إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا ربكم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء اتقوا الله عباد الله أوصيكم وإياي بتقوى الله ബഹുമാന്യരായ വിശ്വാസികളെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസിയ്യത്ത് ചെയ്യുക. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചു വെച്ചത് ഇപ്രകാരമായി: മരണം വരെ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകും. മരണം വരെ നമ്മളുമായി ബന്ധപ്പെട്ട പലരും നമ്മുടെ കൂടെ ഉണ്ടാകും. എന്നാൽ മരണത്തിന് ശേഷം നമ്മുടെ ഖബർ വരെ, ബർസഖ് വരെ നമ്മുടെ സമ്പത്തും കുടുംബവും കർമ്മങ്ങളും കൂടെ ഉണ്ടാകും. എന്നാൽ അവസാനം നമ്മുടെ ഖബറിൽ, നമ്മുടെ ബർസഖിൽ നമ്മുടെ കൂടെ ഒന്ന് മാത്രമേ കൂട്ടിനുണ്ടാകും. അതെന്താ? സ്വന്തം അമലുകൾ മാത്രം, സ്വന്തം കർമ്മങ്ങൾ മാത്രം. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു: യത്ബഉൽ മയ്യിത തലാഖത്തുൻ ഫയർജിഉ ഇത്നാൻ വയബഖാ മഅഹു വാഹിദുൻ. ഒരാൾ മരിച്ചാൽ ഒരു മയ്യിത്തിന് മൂന്ന് കാര്യങ്ങൾ പിന്തുടരും. രണ്ടെണ്ണം മടങ്ങും, ഒന്ന് മയ്യിത്തിന്റെ കൂടെ അവന്റെ ഖബറിൽ ബാക്കിയാവും. യത്ബഉഹു, അവനെ പിന്തുടരുന്നത് ഏതൊക്കെയാണ്? അഹ്ലുഹു വമാലുഹു വഅമലുഹു, അവന്റെ കുടുംബവും സമ്പത്തും കർമ്മവും അവനെ പിന്തുടരും. ഫയർജിഉ, മടങ്ങും. അപ്പോൾ മടങ്ങുമേത്? അഹ്ലുഹു വമാലുഹു, അവന്റെ കുടുംബവും അവന്റെ സമ്പത്തും മടങ്ങും. അത് ഖബർ വരെ മാത്രമേ ഉള്ളൂ. ഒന്ന് മാത്രമേ ഖബറിൽ ബാക്കിയാവൂ. വയബ്ഖാ അമലുഹു, ആയുസ്സിൽ ആ നിമിഷം വരെ ചെയ്തു പോയ പ്രവർത്തനങ്ങളിലെ ഖൈറും ശർറുമായി അവന്റെ അമലുകൾ, കർമ്മങ്ങൾ മാത്രമായി അവന്റെ കൂടെ, അവന്റെ ഖബറിൽ അത് ബാക്കിയാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമുക്ക് നമ്മുടെ കൂടെ, നമ്മുടെ ഖബറിനകത്തേക്ക് ബാക്കിയാകുന്ന സൽക്കർമ്മങ്ങൾ ഉണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടവരാണ്. നാം ഖബറടക്കപ്പെട്ടാൽ നമ്മുടെ കൂടെ സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ഉണ്ടാകുമോ? നമ്മൾ മരിക്കുമ്പോൾ ഒന്നും കൂടെ പോരുന്നില്ല, ഉറപ്പുള്ള കാര്യമാണ്, നമുക്ക് പരിചയമുള്ള കാര്യമാണ്, നമ്മൾ കണ്ട കാര്യമാണ്. നമ്മുടെ മുന്നിൽ എത്രയോ സംഭവങ്ങളുണ്ട്. അങ്ങനെ ഒന്നും പോയിട്ടില്ല. ബാപ്പയെ മാത്രമാണ് കുഴിയിലേക്ക് നമ്മൾ ഇറക്കി വെച്ചത്, അല്ലെ? സുഹൃത്തുക്കളിൽ പലരെയും നമ്മൾ കുഴിയിലേക്ക് ഇറക്കി വെച്ച ഒന്നും കൊണ്ടുപോയിട്ടില്ല. നമ്മുടെ അമലുകൾ മാത്രമല്ല, അതൊന്നും നമ്മൾ കൊണ്ടുപോവുകയുമില്ല.
നമ്മൾ പലപ്പോഴും ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ കൊണ്ടുപോയി വെക്കുന്ന ബർസഖിനെ, ഖബറിനെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്താണ് നാം മടങ്ങുന്ന ഖബർ? നാം മൂട് കല്ല് വെച്ച് മണ്ണിട്ട് തസ്ബീത്ത് ചോദിച്ച് പിരിഞ്ഞു പോരുന്ന ഖബർ എന്താണ്? അതിന്റെ അവസ്ഥ എന്താ? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഇബ്നു മാജ അവിടുത്തെ സ്വഹീഹിൽ സ്വഹീഹായ സ്വീകാര്യോഗ്യമായ സനദോട് കൂടി ഉദ്ധരിക്കുന്നത് കാണാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബറു അഫ്ളഉ മിൻഹു. ഖബറിനോളം എന്നെയും നിങ്ങളെയും കൊണ്ടുപോയി വെച്ചിട്ട് മൂടിയിട്ട് പിരിഞ്ഞു പോരുമ്പോഴുള്ള ഖബറിൽ, ആ ഖബറിനോളം ദുഷ്കരവും കഠിനവുമായ ഒരു ദൃശ്യവും ഞാൻ കണ്ടിട്ടില്ല, ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. കാര്യം ഗൗരവമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അവിടുന്ന് കണ്ടിട്ടില്ല എന്ന്. നമ്മുടെ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മുന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അവർ പറയാൻ, അന്ന യഹൂദിയതൻ ദഖലത് അലൈഹ, ഒരു യഹൂദയായ വനിത അവര് ഉമ്മയുടെ അടുത്തേക്ക് വന്നു. ഫദകർതു അദാബൽ ഖബർ, എന്നിട്ട് അവർ ഉമ്മയുടെ മുന്നിൽ വെച്ച് ഖബർ ശിക്ഷയെ സംബന്ധിച്ച് അനുസ്മരിച്ചു, അതിനെ കുറിച്ച് പറഞ്ഞു. ഫഖാലതു ലഹാ, അപ്പോൾ അവൾ, ഈ യഹൂദ സ്ത്രീ നമ്മുടെ ഉമ്മയോട് പറഞ്ഞു, അആദകില്ലാഹു മിൻ അദാബിൽ ഖബർ, നിങ്ങൾ അല്ലാഹു ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ എന്ന്. ഇതിന്റെ ശറഹിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമികളായ ശാരിഹികൾ വിശദീകരിക്കുന്നത് കാണാം. മറ്റു ചില റിവായത്തുകൾ അടിസ്ഥാനമാക്കി ഈ സ്ത്രീ ആയിഷ ബീവിയുടെ അടുത്തേക്ക് വന്നത് എന്തെങ്കിലും സമ്മാനമായി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. അവർ ചോദിക്കുന്നു, ആയിഷ ബീവി ഉള്ളതെടുത്ത് കൊടുക്കുന്നു. ആ കൊടുത്തതിനുള്ള പ്രത്യുത്തരമായി അവർ പറയുന്ന വാക്കാണ്, അആദകില്ലാഹു മിൻ അദാബിൽ ഖബർ, നിങ്ങൾ അല്ലാഹു ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. فسألت عائشة رسول الله صلى الله عليه وسلم عن عذاب القبر. അങ്ങനെ നമ്മുടെ ഉമ്മ ആയിഷ ബീവി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ വന്നപ്പോൾ മറ്റൊരു കാര്യത്തിൽ അങ്ങനെ കാണാം, ഖബർ ശിക്ഷയെ സംബന്ധിച്ച്. ഫഖാല, അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നഅം, അതെ, അദാബുൽ ഖബർ, ഖബറിൽ ശിക്ഷയുണ്ട് എന്ന്. قالت عائشة رضي الله عنها فما رأيت رسول الله صلى الله عليه وسلم بعد صلى صلاة إلا تعوذ من عذاب القبر. صحيح البخاري ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. ആയിഷക്ക് പറയാം, അതിനുശേഷം ഇത് ആയിഷക്ക് പറഞ്ഞു കൊടുത്തതിനു ശേഷം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി അഭയം തേടാതെ യാതൊരു നിസ്കാരവും നിർവഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് നമ്മുടെ ഉമ്മ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഗൗരവമാണ് കാര്യം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം തേടിയിരുന്നു. അവിടുത്തെ തഹിയ്യാത്തിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ തൊട്ടൊക്കെ അവിടുന്ന് കാവൽ ചോദിച്ച കൂട്ടത്തിൽ ഒന്നാമതായി വമിൻ അദാബിൽ ഖബർ, മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ അദാബിനെ തൊട്ട് നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന്. ഈ പ്രാർത്ഥനയിൽ, അവിടുത്തെ ഈ ചര്യയിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തെ നമ്മളും പിൻപറ്റിക്കൊണ്ടാണ് ഈ ഖബറിലെ ശിക്ഷയിൽ നിന്ന് കാവൽ ചോദിച്ചുകൊണ്ടാണ് ഓരോ നിസ്കാരത്തിന്റെയും അവസാനത്തിലേക്ക് നമ്മളും വിരല് ചൂണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ വിരലിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ സുജൂദിലേക്കോ നമ്മൾ നോക്കിയിട്ട് അത്തഹിയ്യാത്തിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. നമ്മളും അല്ലാഹുവിന്റെ റസൂലിനെ ഫോളോ ചെയ്തിട്ട് അല്ലാഹുവേ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, കാര്യം വളരെ ഗൗരവമാണെന്ന് അർത്ഥം. എത്രയോ ആളുകൾ നമ്മൾ കൊണ്ടുപോയി വെച്ചുകൊണ്ട് പോകുന്നല്ലാതെ എന്താണ് അതിനകത്തുള്ളത് എന്ന് പ്രാമാണികമായി നസ്സുകളെ അടിസ്ഥാനമാക്കി നമ്മൾ പഠിക്കാൻ തയ്യാറാകുന്നിടത്ത് തഖ്വയും ഈമാനും അല്ലാഹുവിനുള്ള സ്നേഹവും ഭയവും പ്രതീക്ഷയും ഒക്കെ നമുക്ക് വർദ്ധിക്കുമെന്നതാണ് പലപ്പോഴും അനുഭവങ്ങൾ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഖബറിലെ പരീക്ഷണങ്ങൾ ഭയാനകമാണ്. ഞാൻ പറഞ്ഞല്ല, നബി പറയാം, സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാം, ഇന്ന ഹാദിഹിൽ ഉമ്മത തുബ്തല ഫീ ഖുബൂരിഹാ, ഇന്ന ഹാദിഹിൽ ഉമ്മത തുബ്തല ഫീ ഖുബൂരിഹാ, നിശ്ചയമായും ഈ ഉമ്മത്ത്,
അഥവാ മുസ്ലിം സമുദായം തങ്ങളുടെ ഖബറുകളിൽ പരീക്ഷിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യം വളരെ ഗൗരവമാണ്. ഞാൻ ആ പദപ്പം 4ാമത്തെ തവണയാണ്. കാര്യം വളരെ ഗൗരവമാണ്, തമാശയല്ല. കൊണ്ടുപോയി വെച്ചിട്ട് നമ്മള് മണ്ണിട്ട് മൂടിയിട്ട് തസ്ബീഹ് ചോദിച്ച് പരസ്പരം വർത്താനം പറഞ്ഞ് തിരിഞ്ഞു പോരുന്ന ആ കൊണ്ടുപോയി ആക്കിയ ആളുണ്ടല്ലോ, അയാൾ അവിടെ അനുഭവിക്കാൻ പോകുന്ന വിഷയം ഗൗരവമുള്ളതാണ്. അത് വാപ്പയായാലും ഉമ്മയായാലും ഭർത്താവായാലും ഭാര്യയായാലും പ്രിയപ്പെട്ട മക്കളായാലും ശരി. നമ്മുടെ ഉമ്മ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ, അവിടുത്തെ സഹോദരി അസ്മാ, അവരെ തൊട്ട് കാണും. അന്നഹു സമിഅ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹുമ, അവിടുന്ന് പറയണം, അവർ പറയണം, ഞാൻ കേട്ടുന്നത്, തഖൂലു ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖതീബൻ, അല്ലാഹുവിന്റെ റസൂൽ ഒരു ഖതീബായി എഴുന്നേറ്റു ജനങ്ങളുടെ മുന്നിൽ, സ്വഹാബത്തിന്റെ മുന്നിൽ. ഫദകറ ഫിത്നത്തുൽ ഖബറി അല്ലതി യഫ്തതിനു ഫീഹാ അൽമർ, അങ്ങനെ ഒരു മനുഷ്യൻ, ആ ഖബറിൽ അടക്കപ്പെട്ട ഒരാൾ പരീക്ഷിക്കപ്പെടുന്ന ഖബറിലെ പരീക്ഷണങ്ങളെ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു അനുസ്മരിച്ചു. ഇന്നതൊക്കെ ഒരു മനുഷ്യനെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി ഇങ്ങനെ പറയുമ്പോ ഞാനിപ്പോൾ പറയുമ്പോഴുള്ള നിങ്ങളുടെ മാനസികാവസ്ഥ എന്താന്ന് അല്ലാഹു മാത്രമേ അറിയൂ, വല്ലാഹി. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുമ്പോഴും അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ മാനസികാവസ്ഥയും അവരുടെ ജീവിത നിലകൾ فلما ذكر ذلك ضج المسلمون ضجة നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖബറിനകത്തുള്ള പരീക്ഷണങ്ങളെ പറ്റി ഉണർത്തിയപ്പോൾ മുസ്ലിമീങ്ങൾ അഥവാ സ്വഹാബത്ത് ശബ്ദമുയർത്തിയിട്ട് കരയുകയുണ്ടായി. ശബ്ദമുയർത്തിയിട്ട് കരയുകയുണ്ടായി. പ്രിയമുള്ളവരെ, ആരാ കരഞ്ഞത്? 100 ചില്ലാനം ആയത്തുകളിലൂടെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല അദാലത്ത് പ്രഖ്യാപിച്ച സ്വഹാബത്ത്. ആരാ കരഞ്ഞത്? അല്ലാഹു തൃപ്തിപ്പെട്ടവരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും വറളു അൻ. സ്വർഗ്ഗത്തിലാണ് അഹ്ലുസ് സുന്നയുടെ അഖീദത്ത്. സ്വഹാബത്ത് മുഴുവനും സ്വർഗ്ഗത്തിലാണ്, അഹ്ലുസ് സുന്നത്തിന്റെ അഖീദത്ത്. ആ സ്വഹാബത്ത് കരയുന്നു. എങ്ങനെയാണ് അവർ കരഞ്ഞത്? ഉമ്മ ആയിഷ ബിബിയുടെ സഹോദരി അസ്മ പറയണം, വജ്ജൽ മുസ്ലിമൂന വജ്ജതൻ. അതിന്റെ മഅന എന്താണെന്നറിയോ? ഐ സാഹു സൈഹതൻ അളീമതൻ, വലിയ അലർച്ച. ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട് ഉലമാ. അതായത് അവർ കരഞ്ഞത് എങ്ങനെയെന്നറിയോ? പരിഭ്രാന്തിയും ഭയവും നിമിത്തം സ്വഹാബത്ത് അലറിക്കരഞ്ഞു. വജ്ജൽ മുസ്ലിമൂന വജ്ജതൻ. ഇത് പറയുന്നിടത്ത്, എന്റെയും കേൾക്കുന്നിടത്ത് നമ്മുടെ എല്ലാവരുടെയും മാനസികാവസ്ഥ എന്താ പറയുന്നത്? ഖബറിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ സ്വഹാബത്ത് പേടിച്ചിട്ട് അലറിക്കരഞ്ഞതാണ്. ഇത് സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നമ്മൾ കാണാൻ പറ്റും. നമ്മൾ കൊണ്ടുപോയി വെച്ചിട്ട് മൂടുകല്ല് മൂടി അതിന്റെ മേലെ 2 പിടി മണ്ണ് വാരിട്ട് പോരുന്ന ഒരു ഏർപ്പാടില്ലേ? അത് മാത്രമല്ല, അതിനകത്ത് നടക്കുന്ന വിഷയം പ്രധാനമാണ്. മഹാനായ സ്വഹാബി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല, അവിടുത്തെ പറ്റി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഖുലഫാഉർ റാഷിദീൻ 3ാമനാണ്. വിശുദ്ധ ഖുർആനിൽ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഹിഫ്ളുള്ളയാളാണ്. പ്രത്യേകിച്ച് ഖുലഫാഉൽ അർബഅ, അവരുടെ കൂട്ടത്തിലും അല്ലാഹുവിന്റെ ഖുർആനിൽ ഏറ്റവും അധികം ഹിഫ്ളുള്ളയാളാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഖബർ കണ്ടാൽ കരയുമായിരുന്നു. എങ്ങനെ കരയുന്നറിയോ? ബാപ്പാനിമ്മാനി ഓർത്തിട്ടല്ല, ഖബർ കിടക്കുന്ന ആൾക്കാരെ ഓർത്തിട്ടല്ല, കണ്ണുനീരൊഴുകുമാറ് കരയും. അദ്ദേഹത്തിന്റെ മൗല അത്താബിഇയ്യു ഹാനിഉൻ മൗല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മൗല അഥവാ മോചന പത്രം എഴുതപ്പെട്ട മോചിപ്പിക്കപ്പെട്ട വ്യക്തി താബിഇയായ ഹാനി റഹിമഹുമുല്ലാഹി റളിയല്ലാഹു അൻഹു, അവിടുന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് ചോദിക്കാൻ, നിങ്ങൾ സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് ഓർത്തിട്ട് കരയാതെ ഖബർ കണ്ടിട്ടാണോ കരയുന്നത്? അവിടുത്തെ അത്ഭുതമായി. എന്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഖബർ കണ്ട് കരയാൻ കാരണം? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറയാണ്, ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറ മിൻ. നിശ്ചയമായും ഖബർ എന്ന് പറയുന്നത്
ആഖിറത്തിന്റെ ഘട്ടങ്ങളിൽ ആദ്യത്തേതാകുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതെല്ലാം അതിനേക്കാൾ എളുപ്പമാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ശേഷമുള്ളതെല്ലാം അതിനേക്കാൾ അതികഠിനവുമാണ്. വല്ലാത്തൊരു വാക്കാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്. ഹദീസ് അതിന്റെ ഹുക്ം ഹസനായി അല്ലാമത്തുൽ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നുണ്ട്. ബഹുമാനിയരെ, പ്രിയമുള്ളവരെ, എന്റെ മുന്നിരിക്കുന്ന ഓരോ ആളുകളോടും പ്രത്യേകം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഖബർ സിയാറത്ത് ചെയ്യുന്നവരെ നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് ആ ഖബർ സിയാറത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണത്. ഇവിടുന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ പരിസരത്തെ ഖബർസ്ഥാൻ ഒരു വട്ടമെങ്കിലും ഒന്ന് പോയിട്ട് ശരിക്കും നിങ്ങൾ മനസ്സ് തുറന്ന് ഖബർസ്ഥാൻ നിങ്ങളൊന്ന് വീക്ഷിക്കും. ഖബർസ്ഥാനിൽ ഉയർന്നു നിൽക്കുന്ന പൊന്തക്കാടുകൾക്കപ്പുറത്തേക്ക് പുറമെ ശാന്തമാണ്, എല്ലാം ശാന്തമാണ്. എന്നാൽ ആ പൊന്തക്കാടിന്റെ താഴെ ഖബർസ്ഥാനിന്റെ ഉള്ളറകൾ നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറത്താണ് പറയുന്നത്. നമ്മുടെ സങ്കല്പങ്ങൾക്ക് അപ്പുറത്താണ്. അതാണ് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ നമ്മളും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഉദ്ധരിച്ച ഹദീസിലുള്ളത്, ഇന്നി ഖദ് റഅയ്തുകും തുഫ്തനൂന ഫിൽ ഖുബൂർ, ഞാനിങ്ങനെ കാണുന്നു എന്നാണ് നബി പറയുന്നത്. നിങ്ങൾ ഖബറിൽ പരീക്ഷിക്കപ്പെടുന്നതായി ഞാൻ കാണുന്നു. എങ്ങനെ അറിയോ? കഫിത്നത്തി ദജ്ജാൽ, കഫിത്നത്തി ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നക്ക് സമാനമായി. ഈ ദുനിയാവിലെ ഏറ്റവും വലിയൊരു ഫിത്ന എന്ന് പറഞ്ഞാൽ മരണമാണ്. ആ മരണത്തിന് ശേഷം വരാനിരിക്കുന്ന വലിയ ഫിത്ന, ഒരു മുസീബത്ത്, അതെന്താണ്? ഖബർ ജീവിതം. പ്രിയമുള്ള ഒരു കാര്യം വളരെ ഗൗരവമാണ്. ഞാൻ വീണ്ടും അഞ്ചാമതായത് ആവർത്തിക്കാം. വലിയ ഗൗരവമാണ്. ആ വലിയ ഗൗരവമുള്ള ചർച്ചകൾക്കിടയിൽ, കാലിക പ്രസക്തമായ ചർച്ചകൾക്കിടയിൽ കേവലം ഒരു സ്കൂൾ പ്രവേശനവും സ്കൂൾ പ്രവേശനത്തിലെ ഹിജാബും ഒരു ചർച്ചയല്ല മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. ചിലപ്പോൾ ചില ആൾക്കാർ ആലോചിക്കാൻ സാധ്യത ഉണ്ട്, ഇന്നത്തെ ഖുത്ബയിൽ വരേണ്ട ഒരു വിഷയമല്ലേ എന്നൊക്കെ കമന്ററി വരാൻ സാധ്യത. അതുകൊണ്ട് ഞാൻ പറയാണ്, സ്കൂളൊന്ന് മാറ്റിയാൽ ചേർത്താൽ പ്രശ്നം അവസാനിച്ചു. കൊണ്ടുപോയി ചേർക്കുന്നതിന് മുമ്പ്, ഒപ്പിട്ടെടുക്കുന്നതിന് മുമ്പ് ആലോചിച്ചെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എല്ലാം ഒപ്പിട്ടെടുത്തിട്ട് പിന്നെ ആവേശം കൊണ്ട് പ്രയോജനമില്ല. ആവേശമാണ് വലിയ പ്രശ്നം, വിവേകമില്ലാത്ത കാട്ടിക്കൂട്ടലാണ്. എന്തിനാണ് അങ്ങനെ കൊണ്ടുപോയി ചേർക്കുന്നത്? പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്ര നിർബന്ധമാണെങ്കിൽ എല്ലാവർക്കും എല്ലാരെയും ആദർശിച്ച് ജീവിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളില്ലേ? ധാരാളക്കണക്കിന് മുസ്ലിം സ്കൂളുകളില്ലേ? 70% അല്ലെങ്കിൽ 80%-ലധികം മുസ്ലിം വിദ്യാർത്ഥികളാൽ മാത്രം താങ്ങി നിർത്തപ്പെടുന്ന സ്കൂളുകളിൽ, അതും ശിരോവസ്ത്രം ധരിച്ചവരുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിഷവാചകങ്ങൾക്ക് മുന്നിൽ വികാരം കൊണ്ടിട്ടെന്ത് പ്രയോജനം? അവിടുന്ന് മാറ്റിയിട്ട് പറ്റാവുന്ന കൊള്ളാവുന്ന സ്കൂളിലേക്ക് മാറ്റി ചേർക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് ശരിക്കും കാലിക പ്രസക്തം. സ്കൂളല്ല, കാലിക പ്രസക്തം. ഇന്ന് മരിച്ച വൈകുന്നേരത്ത് കൊണ്ടടക്കണം, ഖബറാണ്. ഇത് മക്കളെ ബോധിപ്പിക്കുമ്പോ മക്കൾക്കും വിദ്യാഭ്യാസം ഖബർ ജീവിതത്തിന് വേണ്ടതെന്ന് ബോധ്യാവും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ സ്വഹാബി ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അവിടുത്തെ തൊട്ട് കാണാം, കുന്ന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ജനാസത്തിൻ, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഒരു ജനാസ സംസ്കരണത്തിലായിരുന്നു. ഇത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു കാര്യമാണ്. കുറെ ആളുകൾ മയ്യത്ത് കുളിപ്പിക്കുന്നു, ചിലർ അതിനെ കഫം പുടവ ചുറ്റുന്നു, പുറത്ത് ആളുകൾ അതിനെ സ്വീകരിക്കാനും അതിനെ കൊണ്ടുപോകാനും വേണ്ടി കാത്തു നിൽക്കുന്നു. ഇതാണല്ലോ ജനാസയുടെ സംസ്കരണം, ദഫ്നുൽ മയ്യിത്ത്. ഫജലസ, എന്നിട്ട് അവസാനം അത് കൊണ്ടുപോവുകയും ഖബർസ്ഥാനെത്തുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ കാണാം. അക്കൂട്ടത്തിൽ ഈ ഹദീസിലുള്ളത് ഫജലസ അലാ ശഫീരിൽ ഖബരി ഫബകാ ഹത്താ ബല്ല തറാന. മറ്റു ചില റിവായത്തിൽ കാണാം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അരികിലിരുന്നു. നേരെ ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് അദ്ദേഹം ഇരുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കി. ഈ ഹദീസിലുള്ളത് ഇത്രയേ ഉള്ളൂ, അദ്ദേഹം ഖബറിനരികിലിരുന്നു. ആ ഖബറിന്റെ പുറത്തേക്ക് മാന്തിട്ട കോരിട്ട മണ്ണില് ആ മണ്ണ് നനയുമാറ് അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീര് താഴേക്ക് വീടും. ആരുടേത്? ആരാ കരഞ്ഞത്? സ്വർഗത്തിന്റെ കവാടത്തിൽ ഒന്നാമത് മുട്ടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞൊരു വാക്കെന്തറിയോ? ഈ വാക്കാണ് സർവ വിപ്ലവ വാക്യങ്ങൾക്ക് മുമ്പ് നമ്മൾ പഠിച്ചു വെക്കേണ്ട വാക്ക്, വൈകാരികതക്കപ്പുറം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട വാക്ക്. സുമ്മ ഖാൽ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യാ ഇഖ്വാനി,
എന്റെ സഹോദരങ്ങളെ, ലിമിസ്ലി ഹാദാ ഫഅഇദ്ദു, ലിമിസ്ലി ഹാദാ ഫഅഇദ്ദു, ഇതുപോലുള്ളൊരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാവുക. യൂണിഫോം ചർച്ചയല്ല, തട്ടത്തിന്റെ ചർച്ചയല്ല, സ്കൂളിലെ സിലബസിന്റെ ചർച്ചയല്ല, പിന്നെ റൂഹ് തൊണ്ടക്കൊടിയിൽ നിന്ന് പോയാൽ കൊണ്ടുപോയി അടക്കുന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഹസനായ സനദോടുകൂടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് മുഹദ്ദിഥീങ്ങൾ ഉദ്ധരിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ബർസഖിന്റെ ലോകത്ത് മുന്നിൽ കണ്ടിട്ട് നമ്മൾ ഒരുങ്ങണം. മരിച്ചാൽ നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട് എന്നത് വലിയ പ്രതിസന്ധിയാണ്. ശരിക്കും അതാണ് പ്രതിസന്ധി. കാരണം ഖബറെന്ന് പറഞ്ഞാൽ രക്ഷാശിക്ഷകരുടെ ഒരു ജീവിതമാണ് ഖബറിനകത്തുള്ളത്. ഒന്നില്ലെങ്കിൽ രക്ഷ, അല്ലെങ്കിൽ ശിക്ഷ എന്നതാണ്. ഖബറിൽ രക്ഷയുമുണ്ട്, ഖബറിൽ ശിക്ഷയുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖബർ ജീവിതം രക്ഷയിലേതാക്കി തീർക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. ബഹുമാന്യരായ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ഖബറിൽ ശിക്ഷയുണ്ട് എന്നതിന് വ്യക്തമാക്കുന്ന ആയത്തുകളും ഹദീത്തുകളും അള്ളാഹുവിന്റെ കിതാബിലും വിശദീകരണമായി റസൂലുള്ളാഹിയുടെ സുന്നത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഖബറിൽ രക്ഷയും ശിക്ഷയും ഉണ്ട് എന്നതിനെ അനുകൂലിക്കാത്ത മുഅ്തസിലിയാക്കളെ പോലെ, ഖവാരിജികളെ പോലെ, ജഹ്മികളെ പോലെ, അതുപോലെ ഖുർആൻ മാത്രം മതി, ഹദീത്ത് വേണ്ട എന്ന് ചിന്തിക്കുന്ന അഹ്ലുൽ ഖുർആൻ എന്ന പേര് പറയുന്ന ആളുകളെ പോലെ ഉള്ള ചില ആളുകൾ ഒഴിച്ചു നിർത്തിയാൽ അഹ്ലുസുന്ന വൽ ജമാഅയോട് ഈ വിഷയത്തിൽ യോജിക്കുന്നവരാണ് പിഴച്ച കക്ഷികളിൽപ്പെട്ട പലരും. അഥവാ ഖബറിൽ രക്ഷയുമുണ്ട് ശിക്ഷയുമുണ്ട് എന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. ഇതിനെ വിമർശിക്കുന്നവർ അഹ്ലുസുന്നത്തിന് പുറത്താണ്. മുനാഫിക്കുകളെ പറ്റി പറയുന്നിടത്ത് 9-ാമത്തെ അധ്യായം സൂറത്ത് തൗബയുടെ 101-ാമത്തെ ആയത്തിൽ കാണാം. എന്തായത്തറിയോ? സനുഅദ്ദിബുഹും മർറതൈനി ثم يردون ഇലാ അദാബിൻ അളീം. 2 പ്രാവശ്യം നാം അവരെ ശിക്ഷിക്കുന്നതാണ്, പിന്നീട് വമ്പിച്ച ശിക്ഷയിലേക്ക് അവർ തള്ളപ്പെടുന്നതുമാണെന്ന് ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലുസുന്നയുടെ ഇമാമാണ്. അവിടുന്ന് അതിന് തഫ്സീർ പറഞ്ഞു, 2 തവണ ശിക്ഷിക്കുന്നു പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദാബുൻ ഫിദ് ദുനിയാ വ അദാബുൻ ഫിൽ ഖബർ. 1-ാമത്തെ ശിക്ഷ മുനാഫിക്കുകൾക്ക് ദുനിയാവിലാണ്, 2-ാമത്തെ ശിക്ഷ മുനാഫിക്കുകൾക്ക് ഖബറിലാണ്. അതായത് ദുനിയാവിൽ അവർക്കുള്ള ശിക്ഷയിൽ ഒന്നെന്തറിയോ? അവരുടെ നിഫാഖ് പ്രകടമായി എന്നതാണ്. ആ നിഫാഖിന് വേണ്ടി അവരുണ്ടാക്കി വെച്ച മസ്ജിദുൽ നബവിക്ക് പകരം, അല്ലെങ്കിൽ മസ്ജിദുൽ വിറാർ എന്ന് പറയുന്ന പഴച്ച ആ പള്ളിയുടെ പൊളിക്കലാണ്. അതുപോലെ കൊലയും ബന്ധനവുമാണ്. 2-ാമത്തത് അവർക്ക് കിട്ടുന്നതാണ് ഖബർ ശിക്ഷയാണ്. ഇതേ സംഗതി തന്നെ മഹാനായ ഇബ്നു ജുറൈജ് റഹ്മത്തുള്ളാഹി അലൈഹി പ്രമുഖ മുഫസ്സിറാണ്. അവിടുന്ന് പറഞ്ഞു, അദാബുദ് ദുനിയ വ അദാബുൽ ഖബർ സുമ്മ യറുദ്ദൂന ഇലാ അദാബിന്നാർ. അത് 1-ാമത്തെ ദുനിയാവിന്റെ ശിക്ഷ ഉണ്ടാകും, 2-ാമത്തത് അവർക്ക് ഖബറിൽ ശിക്ഷ ഉണ്ടാകും, 3-ാമത്തത് ഖിയാമത്ത് നാളിലെ വമ്പിച്ച ശിക്ഷയിലേക്ക് അള്ളാഹു വരെ മടക്കുമെന്നാണ്. അല്ലാഹു തആല അഅലം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഖബറിൽ കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നാണ്. മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഞങ്ങൾ ഇങ്ങനെ ബനൂ നജ്ജാർ എന്ന് പറഞ്ഞൊരു ഗോത്രത്തിന്റെ ഒരു തോട്ടത്തിൽ പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കോവർ കഴുതയുടെ പുറത്താണ്. നബിയുടെ കൂടെ ഏതാനും ചില സഹാബികളുണ്ട്. ആ സമയത്ത് നബി കയറിയിരുന്ന കോവർ കഴുത വിറളി പിടിക്കുകയും വഴിമാറുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ മുകളിൽ നിന്ന് താഴെ വീഴുന്നൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ വീഴാനാകുന്നൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. അപ്പൊ നബി അവിടെ 4, 5, 6 ഒക്കെ വ്യത്യസ്ത റിപ്പോർട്ടുകൾ കാണാം, ഖബറുകൾ അവിടെ കണ്ടു. നബി ചോദിച്ചു, മൻ യഅരിഫു അസ്ഹാബ ഹാദിഹിൽ അഖ്ബർ, ഈ ഖബറുകളിലുള്ള ആളുകൾ ആരാണ് അറിയാം? ഫഖാല റജുലുൻ, അപ്പൊ കൂട്ടത്തിൽ സഹാബികളുടെ കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ അറിയും. ഖാല, നബി ചോദിച്ചു, ഫമതാ മാത ഹഉലാ, എപ്പോഴാണ് അവർ മരണപ്പെട്ടത്? അങ്ങനെ ചോദിച്ചാൽ അതിന്റെ മഅന എന്താ അറിയോ? അഫിൽ ജാഹിലിയത്തി ഔ ബഅദഹ വഹൽ മാതു മുശ്രികീന ഔ മുഅ്മിനീൻ,
ഇവര് ജാഹിലിയത്തിലാണോ മരിച്ചത്, അല്ല ഇസ്ലാമിലാണോ, ശേഷമാണോ, അതോ മുശ്രിക്കായിട്ടാണോ മുസ്ലിമായിട്ടാണോ മുഅ്മിനായിട്ടാണോ മരിച്ചത് എന്നാണ് നബിയുടെ ചോദ്യം. ശാരിഹ്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഖാല, അപ്പൊ സ്വഹാബി പറഞ്ഞു, മാതു ഫിൽ ഇശ്റാഖ്, അവര് ശിർക്കിലായിരിക്കാണ് അവര് മരണപ്പെട്ടു പോയത്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇന്ന ഹാദിഹിൽ ഉമ്മത തുബ്തല ഫി ഖുബൂരിഹാ, നിശ്ചയമായും ഈ സമുദായം തങ്ങളുടെ ഖബറുകളിൽ പരീക്ഷിക്കപ്പെടും. ഫലൗലാ അല്ലാ തദാഫനൂ ലദഅഉതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബറിൽ ലദീ അസ്മഉ മിൻഹു. വല്ലാത്തൊരു വാക്കാണ് നബി പറഞ്ഞത്. നിങ്ങൾ പരസ്പരം മറമാടുകയില്ലെന്ന് ഞാൻ ഭയന്നില്ലായിരുന്നുവെങ്കിൽ ഖബറുകളിൽ നിന്ന് ഞാൻ കേൾക്കുന്ന ശിക്ഷ നിങ്ങൾക്ക് കൂടി കേൾപ്പിക്കുവാൻ ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യുമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, സാധാരണ കൊണ്ടുപോയി ഖബറടക്കി മീസാങ്കല്ല് വെച്ച് മണ്ണിട്ട് മൂടി മീസാങ്കല്ല് വെച്ച് നമ്മുടെ നാട്ടുപുറത്തെ ശൈലി അനുസരിച്ച് പറഞ്ഞാൽ തിരിച്ചു പോരുന്ന ഒരു കേവല വൈകാരികതക്കപ്പുറത്തേക്ക് വിശാലമായൊരു ലോകമാണ് ഖബർ എന്ന് പറയുന്നത്. അതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഖബറിലെ പരീക്ഷണങ്ങൾ രക്ഷപ്പെടുമോ അതോ പരാജയപ്പെടുമോ പ്രയാസപ്പെടുമോ എന്നത് ഈ ജീവിച്ചിരിക്കുന്നത് അപ്പോ ഈ ലാഹിർ നമ്മളിപ്പോ ഹയാത്തിലുള്ള സമയത്ത് നമ്മൾ ആലോചിക്കുകയും അതൊരു ഗൗരവമായ വിഷയമായിട്ട് നമ്മൾ കാണുകയാണ്. കാരണം ഖബറ് ആ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അതിനകത്തേക്ക് കൊണ്ടുപോയി വെക്കപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രക്ഷയുടേതോ അല്ലെങ്കിൽ ശിക്ഷയുടേതാണ്. ഞാനൊരു ആയത്ത് ഓതിയത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ 14-ാമത്തെ അധ്യായം സൂറത്ത് ഇബ്രാഹിം, അതിന്റെ 27-ാമത്തെ ആയത്തിൽ വളരെയധികം മനസ്സിന് കുളിര് കിട്ടുന്ന ഒരു വാചകം അല്ലാഹു തആല പറയാം. എന്താ വാക്ക്? യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി الثابت ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. ഈ ദുനിയാവിലെ ജീവിതത്തിലും പരലോകത്തെ ജീവിതത്തിലും സുസ്ഥിരമായ വാക്കുകൊണ്ട്, ഉറപ്പുള്ള വാക്കുകൊണ്ട് മുഅ്മിനീങ്ങൾ അല്ലാഹു ഉറപ്പിച്ചു നിർത്തുന്നതാണ്. ഖൗലുഹു തആല യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി الثابت എന്ന് പറഞ്ഞാൽ, ഈ സുസ്ഥിരമായ ഉറപ്പുള്ള ഖൗല് സാബിത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ കലിമത്തു തൗഹീദ് വഹിയ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൗഹീദുള്ളവരെ അല്ലാഹു ദുനിയാവിൽ ഉറപ്പിച്ചു നിർത്തും, ഖബറിൽ ഉറപ്പിച്ചു നിർത്തും, നാളെ ആഖിറത്തിൽ ഉറപ്പിച്ചു നിർത്തും. ഇവിടെ ദുനിയാവിലെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ യാനി ഖബലൽ മൗത്ത്, മരിക്കുന്നതിന് മുമ്പ് ഈ ദുനിയാവിലെ ജീവിതത്തിൽ വിജയം അവർക്കാണ്, ഏറ്റവും നല്ല ആഖിബത്ത് അവർക്കാണ്, പര്യവസാനം മുഴുവൻ അവർക്കാണ്, എല്ലാ നിലയിലുള്ള ഔന്നത്യം അവർക്കാണ്. ആർക്ക്? മുവഹ്ഹിദീങ്ങൾക്ക്. വഫിൽ ആഖിറ, ആഖിറത്തിൽ അവർക്ക് അല്ലാഹു തസ്ബീത്ത് കൊടുക്കുന്നു പറഞ്ഞാൽ യഅനി ഫിൽ ഖബർ. വഹാദാ ഖൗലു അക്തരി അഹ്ലി തഫ്സീർ. ഖബർ ജീവിതത്തിലും അവർക്ക് അല്ലാഹു തആല എന്ത് നൽകും? അവർക്ക് അല്ലാഹു തസ്ബീത്ത് നൽകും, ഉറപ്പ്, സ്ഥൈര്യത നൽകും എന്ന് പറയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, മുഫസ്സിറുകൾ വ്യക്താക്കിയതാണ്. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതേ ആയത്തിനെ വെച്ചിട്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഉഖഇദൽ മുഅ്മിനു ഫീ ഖബ്രിഹി ഉതിയ ثم شهد അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുഅ്മിനിനെ അവന്റെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ 2 മലക്കുകൾ വരും. അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ റസൂലാണെന്നും അവരുടെ മുന്നിൽ അവൻ സാക്ഷ്യം വഹിക്കും. ഫദാലിക ഖൗലുഹു, അതാണ് അല്ലാഹു പറഞ്ഞത്, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി الثابت. സുസ്ഥിരമായ വാക്കുകൊണ്ട്, ഉറപ്പുള്ള വാക്കുകൊണ്ട് മുഅ്മിനീങ്ങൾ അല്ലാഹു ഉറപ്പിച്ചു നിർത്തുമെന്ന് അല്ലാഹു പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഖബർ രക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഉൾക്കൊണ്ട് ജീവിക്കുക, അതിനെ തഹ്ഖീഖ് ചെയ്യുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് സ്ഥൈര്യം നൽകും, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള തൗഫീഖ് ലഭിക്കും ഇൻഷാ അല്ലാഹ്. നമുക്കും 2 ലോകത്തും അൽ ഖൗലു الثابت, ഉറച്ചു നിൽക്കുന്ന ഈ വാക്കുകൊണ്ട് അല്ലാഹു സ്ഥിരത നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അല്ലാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാം കൊണ്ട് അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് ഇസ്സത്ത് നേടാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിലും അവരുടെ ജീവിതത്തിലൊക്കെ അല്ലാഹു ദീന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന, ആട്ടിയോടിക്കപ്പെടുന്ന നിരാലംബരും നിസ്സഹായരുമായ ഉമ്മത്ത് മുസ്ലിമ അല്ലാഹുർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു ഫലസ്തീനിൽ അല്ലാഹു ഒരു സ്വതന്ത്ര ഇസ്ലാമിക രാജ്യമാക്കി അല്ലാഹു നിലനിർത്തുമാറാവട്ടെ.
അള്ളാഹു ഷിയകളുടെയും ഇഖ്വാനികളുടെയും കൈകളിൽ നിന്ന് അള്ളാഹു ആ മണ്ണിനെ സ്വതന്ത്രമാക്കുമാറാവട്ടെ. അള്ളാഹു അഹ്ലുസുന്നത്തിന്റെ കൈകളിലേക്ക് അള്ളാഹു മണ്ണിനെ ഏൽപ്പിക്കുമാറാവട്ടെ. എല്ലാ ഫിത്തനകളിൽ നിന്നും അള്ളാഹു ഉമ്മത്ത് മുസ്ലിമെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.